wonderful time this evening time. I will just read the Psalms 22 verses 24. മലയാളത്തിൽ സങ്കീർത്തന 22-24 വാക്യം. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. ഉപദ്രവപ്പെട്ടവൻ്റെ ഉപദ്രവത്തെ അല്പമായി എണ്ണാമലും അറുവറുക്കാമലും നമ്മുടെ മുഖത്തെ അവനക്ക് മറയ്ക്കാമലും ഇருந்து അവൻ നോക്കി കുപ്പിടുകയിൽ കേട്ടറിഞ്ഞാർ. ഇത് അവസാനം. അരിഷ്ടൻ്റെ അരിഷ്ട ദൈവം നോക്കി ദൈവം നോക്കി തള്ളിക്കളഞ്ഞില്ല. അവൻ്റെ മുഖം, യേശുവിൻ്റെ മുഖം അവന് മറച്ചില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. എത്ര നല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും വീണ്ടും വരുന്ന മാരനാഥ കർത്താവ് നമ്മളെ പണിയണം. ഓരോ ദിവസവും നമ്മൾ പാപത്തിൽ വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ പാപം വീഴത്തില്ല. സുവിശേഷ ഘോഷണത്തിൽ പോകുമ്പോൾ അറിയാതെ പാപത്തിൻ്റെ വഴികൾ വരും. എന്നാൽ അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് യേശു മാത്രം. അരിഷ്ട ദൈവം കണ്ടും മാറിയില്ല. കർത്താവ് അവനെ നോക്കുക ചെയ്തത്. ബത്ലമേ കുരുടൻ വഴിയിൽ കിടന്നപ്പോൾ ദാവീദ് പുത്രൻ എന്നോട് കരുണ ഉണ്ടാവണമെന്ന് യേശു അത് കേട്ട് സൗഖ്യം കൊടുത്തു. അവൻ അരിഷ്ടത നിരസിച്ചോ? ഇല്ല. പാവം പിടിച്ച ബത്ലമേ കിടന്ന് കൂവയാണ്. അങ്ങനെയാണ് കണ്ണ് ചെയ്തത്. ഇന്ന് എൻ്റെ ജീവിതത്തിലും ഞാൻ പല ജോലികൾ ട്രൈ ചെയ്യുന്നുണ്ട്. അത് വേണം, ഇത് വേണം, എന്നാൽ ഒന്നും നടക്കത്തില്ല. സുശേഷവലയുടെ വയൽ പ്രദേശമായതുകൊണ്ട് ദൈവം അതിനുവേണ്ടി എന്നെ വിളിക്കുന്നു. ഞാൻ അതിനുവേണ്ടി ഉറപ്പിക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശത്രുവിൻ്റെ കെണികൾ, ശത്രു വെച്ചിരിക്കുന്ന അസ്ത്രങ്ങൾ, ബെറ്റ് വെച്ചിരിക്കുന്ന കളവാടിക്കൊണ്ട് പോകുന്നതും തിങ്സൊക്കെ കാണാതെ ഇതെല്ലാം വിടുവിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. ഉപദ്രവപ്പെട്ടവരുടെ ഉപദ്രവത്തെ അല്പമായി എണ്ണാമലും അറുവറുക്കാമലും നമ്മുടെ മുഖത്തെ അവനക്ക് മറയ്ക്കാമലും ഇருந்து അവനെ നോക്കി കുപ്പിടുകയിൽ കേട്ടറിഞ്ഞാർ. കർത്തർ നമ്മുടെ കൂക്കുരളെ ജപവിണ്ണപ്പങ്ങളും മരണ വിളികളും എല്ലാം കേட்கிறார். ഞാൻ പല വിധത്തിലെ മരണത്തിൻ പാതയിലെ കടന്നു പോണേൻ. അപ്പോഴെല്ലാം എനിക്ക് தெரியும், நான் மரண வழியில் பள்ளத்தாக்கில் நடந்தாலும் பொல்லாப்புக்கு பயப்படேன். தேவரீர் என்னோடு கூட இருக்கிறீர். உமது வடி என்னை தேற்றும். அன்புள்ள மக்களை, நீங்கள் ஜெபம் பண்ணுங்கள். இயேசுவானவரோடு ஜெபம் பண்ணுங்கள். ஆஸ்பத்திரியில் இருக்கிறார்கள், பைபிள் படித்து ஜெபம் பண்ணுங்கள். உங்களுக்கு அற்புதம் செய்வார் இயேசுவானவர். வேண்டாத உபதேசங்களை கொண்டும் போகாதிருங்கள். கர்த்தர் தாமே ஆசீர்வதிப்பாராக. சிறு பிள்ளைகளை காத்து கொள்வாராக. பெரியோர்களை, முதிர்ந்தவர்களை, வாலிப வயதுள்ளவர்களை, பெண்கள், ஆண்கள் எல்லாரையும் காத்து கொள்வாராக. எல்லா ஆபத்திலிருந்து விடுவிக்கப்பட இயேசுவானவர் வந்துள்ளார். இயேசுவானவர் நமக்காக பறைசாற்றுகிறார். அவருடைய அற்புதங்கள், அதிசயங்கள் எண்ண முடியாதவை. ஆமீன், ஆமீன்.